ഓല ഇലക്ട്രിക്കിന്റെ ഭാഗത്ത് നിന്ന് റീസെന്റ് 3 വണ്ടി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ഓല S1 X സീരീസിനകത്ത് 3 വണ്ടികൾ, അതായത് 2 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വണ്ടി, 3 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വണ്ടി, 4 കിലോവാട്ട് ബാറ്ററി പാക്കുള്ള വണ്ടി. ഇത് ആക്ച്വലി ഇൻട്രോഡക്ടറി പ്രൈസിലാണ് ആ സമയത്ത് വന്നത്. അപ്പോൾ ഞാൻ ആ സമയത്ത് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, ചാനലിൽ വീഡിയോ ഉണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് ഇൻട്രോഡക്ടറി പ്രൈസാണ്, കുറച്ച് നാളത്തേക്ക് ആ റേറ്റ് നമുക്ക് വണ്ടി കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ഓലയുടെ ഭാഗത്ത് വരുന്നത് നോക്കുകയാണെങ്കിൽ വണ്ടി പ്രൈസസ് ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് എന്തുമാത്രം ഇൻക്രീസ് ആയിട്ടുണ്ട്, ഏതൊക്കെ മോഡൽസാണ് ഇൻക്രീസ് ആയിട്ടുള്ളതെല്ലാം നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. അപ്പോൾ വീഡിയോ പോകുന്ന മുന്നേ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. ഞാൻ എല്ലാ തവണയും പറയാറുള്ളതാണ്, ഞാൻ ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫാൻ ഫോളോവേഴ്സ് ഉള്ള വണ്ടി ഓല തന്നെയാണ്. കാരണം ധാരാളം കംപ്ലയിൻസ് ഉണ്ടെങ്കിൽ പോലും ധാരാളം ആൾക്കാർ വണ്ടി എടുക്കുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം വന്നിട്ട് അതിൻ്റെ പ്രൈസ് തന്നെയാണ്. കാരണം അത്ര അട്രാക്റ്റീവ് പ്രൈസിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു ആദ്യമായിട്ട് ഇലക്ട്രിക് വണ്ടി എടുക്കാൻ പോകുന്ന ആൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന വണ്ടി ആയിരിക്കും ഓല ഇലക്ട്രിക്. കാരണം പല പല ഫീച്ചേഴ്സും എല്ലാം വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഓഫറിലാണ് വണ്ടി വരുന്നത്. അപ്പോൾ അതിൻ്റെ ബേസ് വേരിയൻ്റ് ആയ ഓല S1 X ആണ്. അപ്പോൾ വണ്ടി വരുന്നത് 3 വേരിയൻറ്റിലാണ്. ഒന്നൊന്നര 2 കിലോവാട്ട്, രണ്ടാമത്തെ 3 കിലോവാട്ട്, മൂന്നാമത്തെ 4 കിലോവാട്ട്. ഇത് ആക്ച്വലി ഡിമാൻഡിങ് വണ്ടി തന്നെയാണ്. കാരണം വേറെ നല്ല റീസണബിളി പ്രൈസ്ഡ് ആണ്. ആ ഫീച്ചേഴ്സ് എല്ലാം വെച്ച് നോക്കുമ്പോൾ തീർച്ചയായിട്ടും വെർത്ത് തന്നെയാണ്. ഈ വണ്ടി ഇറങ്ങുന്ന സമയത്ത് വണ്ടിയുടെ വില വന്നിട്ട് 2 കിലോവാട്ട് കൊണ്ട് നോക്കുകയാണെങ്കിൽ 69,999 രൂപയാണ് വണ്ടിയുടെ വില വന്നിട്ട്. അത് ആക്ച്വലി ഇപ്പോൾ ഇൻക്രീസ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ മുതൽ വണ്ടിയുടെ പ്രൈസ് ഇൻക്രീസ് ആയി. നിങ്ങൾ വെബ്സൈറ്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ലേറ്റസ്റ്റ് വണ്ടിയുടെ വില നോക്കുകയാണെങ്കിൽ 74,999 രൂപയ്ക്കാണ് നിങ്ങൾക്ക് 2 കിലോവാട്ട് കിട്ടുക. അതായത് ഏകദേശം നമുക്ക് 5,000 രൂപയുടെ ഇൻക്രീസ് ആണ് വന്നിരിക്കുന്നത്. ആക്ച്വലി ഗുഡ് ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ വേരിയൻ്റ് ആയ 3 കിലോവാട്ടിൻ്റെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വന്നുകൊണ്ടിരുന്നത് 84,999 അത് 85,000 രൂപയ്ക്കാണ് വന്നുകൊണ്ടിരുന്നത്. അത് ആക്ച്വലി സെയിം പ്രൈസാണ് ഇപ്പോഴും വിൽക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ അടുത്ത വണ്ടിയായ 4 കിലോവാട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ അതിന് ഇൻട്രോഡക്ടറി പ്രൈസായിട്ട് 1 ലക്ഷം രൂപയ്ക്കാണ് വണ്ടി വിറ്റുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസസ് ഇൻക്രീസ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്നത് 2 കിലോവാട്ടിൻ്റെ റേറ്റ് മാത്രമാണ് 5,000 രൂപ കൂട്ടിയിട്ടുള്ളത്. 3 കിലോവാട്ടും 4 കിലോവാട്ടിൻ്റെ വണ്ടി റേറ്റ് കൂട്ടിയിട്ടില്ല. വേറൊരു മാറ്റം വന്നിട്ടുള്ളത് അതിൻ്റെ അടുത്ത വേരിയൻ്റാണ്. അതായത് ഓല S1 X പ്ലസിൻ്റെ കേസിലാണ്. ആ വണ്ടി വരുന്നത് 5 ഇഞ്ചിൻ്റെ ഒരു ഡിജിറ്റൽ ഇൻസ്ട്രുമെൻഷൻ ഡിസ്പ്ലേ വരുന്ന വണ്ടിയാണ്. നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, കുറച്ചുകൂടി ഫീച്ചർ റിച്ച് വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ആക്ച്വലി ചേഞ്ച് ആയിട്ടുണ്ട്. അതിൻ്റെ പഴയ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ 84,999 രൂപയ്ക്കാണ് വിറ്റുകൊണ്ടിരുന്നത്. ആ വില കൂട്ടിയിട്ട് ഇപ്പം 89,999 രൂപയായിട്ട് കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ 2 കിലോവാട്ടിൻ്റെ റേറ്റ് കൂട്ടി, അതുപോലെ ഓല S1 X പ്ലസിൻ്റെ റേറ്റ് കൂട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ 5K ഡിഫറൻസ് ആണ് കാണിക്കുന്നത് ഓരോ വണ്ടികൾ തമ്മിൽ. പല വണ്ടികൾ തമ്മിൽ ജസ്റ്റ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓരോ വണ്ടികൾ തമ്മിൽ 5,000 രൂപ ഡിഫറൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒരു കാര്യമായ ചേഞ്ച് വരുന്നുണ്ട് എന്തായാലും പ്രൈസ് നമ്മൾ നോക്കുമ്പോൾ. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായും വാല്യൂ ഫോർ മണി തന്നെയാണ് ഓല ഇപ്പോഴും. കാരണം വേറെ ഒന്നല്ല, ഈ റീസണബിൾ പ്രൈസ്ഡ് ആണ്. ഈ വിലയ്ക്ക് ഇപ്പോൾ നമുക്കൊരു പെട്രോൾ വണ്ടി പോലും കിട്ടാത്തൊരു അവസ്ഥയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, ഒന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നമുക്ക് ഓല S1 X 2 കിലോവാട്ട് വരുന്നത് 75,000 രൂപ, അതുപോലെ 3 കിലോവാട്ട് വരുന്നത് 85,000 രൂപ, അതുപോലെ S1 X പ്ലസിൻ്റെ 3 കിലോവാട്ട് വരുന്നത് 90,000 രൂപ. അതിൻ്റെ കൂടെ നമുക്ക് 4 കിലോവാട്ട് ആണെങ്കിൽ 1 ലക്ഷം രൂപ. അപ്പോൾ അങ്ങനെയാണ് പുതിയ പ്രൈസിങ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് 1 ലക്ഷം രൂപയുടെ കൂടെ നിങ്ങൾക്ക് കുറച്ചും കൂടി പൈസ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓല S1ലേക്ക് നിങ്ങൾക്ക് സ്വിച്ച് ചെയ്യാം. അതുമല്ല കുറച്ചും കൂടി നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അതായത് കറക്റ്റ് പറയുകയാണെങ്കിൽ 30,000 നിങ്ങൾക്ക് എക്സ്ട്രാ കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് മേളിലേക്ക് ഓല S1 Pro Gen 2 ഉണ്ട്. പക്ഷെ എന്നിരുന്നാൽ ഇപ്പോൾ ഈ വിലയ്ക്ക് പോലും തീർച്ചയായിട്ടും വാല്യൂ ഫോർ മണി തന്നെയാണ് ഓല. കാരണം വേറെ സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് ധാരാളം ഉണ്ടില്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ വിലയ്ക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ വാല്യൂ ഫോർ മണി ഓല ഇലക്ട്രിക്കിൻ്റെ വെഹിക്കിൾസ് തന്നെയായിരിക്കും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. കൂടെ നിങ്ങൾ ചാനൽ അതുമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അതിനൊപ്പം നിങ്ങൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരികയും ചെയ്യും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റാ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.